നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരുമിച്ച് മുന്നേറാം, കൂട്ടാക്കാമോ, തിരികെ വരണേ, തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സബ്ബാക്കാം, എൻ്റെ ചാനൽ സബ്ബാക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് നിങ്ങളും കാണാറുണ്ടായിരിക്കും. എല്ലായിടത്തും അതായത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ടെക് വീഡിയോസിനൊക്കെ താഴെയാണ്. അതായത് യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ടെക് വീഡിയോസിന് താഴെയാണ് അതുപോലെയുള്ള കമൻറ്റ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സബ്ബാക്കണേ, തിരിച്ചും കൂട്ടാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് യൂട്യൂബ് തന്നെ ഇടയ്ക്കൊരു റൂൾ പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി വേറൊരു വീഡിയോയ്ക്കും വേറെ ആരുടെയും ചാനലിന് താഴെ അങ്ങനെ കമൻറ്റ് ഇടാൻ പാടില്ല, ലൈവിൽ കമൻറ്റ് ഇടാൻ പാടില്ല. അങ്ങനെ സബ് ഓർ സബ് എന്നാണ് പറയുന്നത്. സബ് ഓർ സബ് ചോദിച്ചിട്ട് അങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് നിങ്ങൾ ഇടുന്ന ചാനലിനല്ല, ഇപ്പോൾ ആരാണോ ഇടുന്നത് അവരുടെ ചാനലിനെ നെഗറ്റീവായിട്ട് അവരുടെ ചാനലിനെ അത് അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ ഒരു റൂൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിനെപ്പറ്റി അറിയാത്തവരാണ് വീണ്ടും വീണ്ടും സെയിം കാര്യം പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ പോലും എൻ്റെ വീഡിയോസിലായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വരുന്നത് ലൈവിനാണ്. ലൈവ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പേര് എൻ്റെത് ചാനലാണ്, എൻ്റെ ചാനൽ സബ്ബാക്കണം, ഞാൻ സബ്ബാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാറുള്ളത്. ഇപ്പോഴും അതിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ടെക് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ കണ്ടില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അത് ഷുവറാണ്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരോടും അങ്ങനെ ചോദിച്ചിട്ടില്ല. വേറൊരു ചാനലിലോ അതല്ലെങ്കിൽ ലൈവിലോ പോയിട്ട് ഇതുവരെയും ഞാൻ അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ യൂട്യൂബ് ജേണി അല്ലെങ്കിൽ ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലോങ് ആയി പോകും, കുറച്ച് വലിയ സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ തന്നെ പല ലൈവുകളിലും പല വീഡിയോസിലും ലോങ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ഒരു നമ്പർ ഓഫ് ആളുകൾക്ക് അതിനെപ്പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ധാരണയില്ല. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ചോദിക്കുന്നതെന്ന് ഷുവറാണ്. പിന്നെ നമ്മളങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് അത് നമുക്ക് സബ്ബാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ സബ്ബാക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ ദോഷം ചെയ്യുന്നത് പോലെയാണ്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും ആ രീതിക്ക് എടുക്കുകയോ അത് കേൾക്കാൻ പോലും നിൽക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരുടെ ചാനലിൽ സബ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിരിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇത് ഞാൻ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാൻ കാര്യം, ഇന്നലെ കൂടി എൻ്റെ ലൈവിൽ വന്നിട്ട് ഒരുപാട് പേര് അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ആരെയും സബ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനോ ഒന്നും എനിക്ക് ഒരു മടിയുമില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെതൊരു ചെറിയ ചാനലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു 2 മാസമേ ആയിട്ടുള്ളൂ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. എനിക്ക് മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് 3K സബ്ബുള്ള ഒരു ചാനലായിരുന്നു. അത് ഒരുപാട് കാലങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ 3K സബ്ബാണ്. ഒരിക്കലും ഒറ്റയടിക്ക് വന്നതോ പെട്ടെന്നൊരു വീഡിയോ ഇട്ടിട്ട് കിട്ടിയതോ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷങ്ങളെടുത്ത് കിട്ടിയതാണ് എൻ്റെ ആ ഒരു 3K സബ്ബ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടത്തില്ലായിരുന്നു. എനിക്കതിനെപ്പറ്റി വലിയ ധാരണ യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്തേ, അതായത് ഒരു ഒരു കുറച്ച് കാലത്തിന് മുന്നേ ഞാൻ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതുപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനോ ഡീറ്റെയിൽ ആയിട്ട് പറയാനോ വേറെ ടെക് ചാനലുകളോ വീഡിയോസോ ഒന്നും തന്നെ അപ്പോൾ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ യൂട്യൂബിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് ഞാൻ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് തുടങ്ങിയതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നോ വീഡിയോ കറക്റ്റായിട്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അതിൽ നിന്ന് ക്യാഷ് കിട്ടുമെന്ന് പോലും ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെയൊക്കെയാണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ പേർക്കും ചാനൽ ഉണ്ടാവുകയും ഇത്രയും ഭയങ്കരമായിട്ട് അത് പോപ്പുലർ ആവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ കാര്യം. ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 2 മാസമാണ് ആയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കാരണം തന്നെ നിങ്ങൾ ഈ പറയുന്ന സബ് ഓർ സബ്ബാണ്. ഞാൻ പക്ഷേ ആരോടും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പാക്കാതെ വേണം കാണാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. ഇന്നലെ ഞാൻ ലൈവ് വന്ന സമയത്ത് ഇതുപോലെ സബ് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എല്ലാ പേരോടും പറയാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് നിങ്ങളുടെ ചാനലിന് നെഗറ്റീവാണ്. നമുക്ക് സബ് എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് വരേണ്ട കാര്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, നമുക്ക് നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ചാനലിന് അത് മാത്രമാണ് നല്ലത്. അതല്ലാണ്ട് നിങ്ങൾ പറഞ്ഞു വാങ്ങുന്നതോ ചോദിച്ച് വാങ്ങുന്നതോ ആയിട്ടുള്ള സബ്ബാണെന്നുണ്ടെങ്കിൽ
ഒരിക്കലും നിങ്ങളുടെ ചാനൽ മുമ്പോട്ട് പോകത്തില്ല. അതിനൊരു ഷാഡോ ബാൻ എന്ന് പറഞ്ഞിട്ട് ബാൻ പോലെ അതൊരു ഫ്രീസ് ആയതുപോലെ ചാനൽ സ്ട്രക്ക് ആയതുപോലെ നിൽക്കും. നിങ്ങൾക്ക് ലോങ് വീഡിയോ ഇട്ടാൽ വ്യൂസ് കാണത്തില്ല, ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കാണത്തില്ല, ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം ആളുകളുണ്ടാവും, പിന്നെ ആളുകൾ ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരുപാട് അതായത് നെഗറ്റീവ്സ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ എൻ്റെ സബ് ആയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് ലൈവിൽ വന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് വാങ്ങിയ സബ്ബാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു 100 പേരോട് അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 പേർക്കുള്ളിലായിരിക്കും നിങ്ങളുടെ ചാനൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും വീഡിയോസ് കാണുന്നതും കമൻറ്റ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 25 പേര് ഒക്കെ ആയിരിക്കും കണ്ടിന്യൂസ് നിങ്ങളുടെ വീഡിയോ കാണുന്നതും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നോർമലായിട്ടുള്ള ഒരു ചാനലിൻ്റെ കാര്യമാണ്. അതായത് എന്നെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ളവരുടെ ചാനലിൻ്റെ കാര്യമാണ്. അല്ലാതെ സെലിബ്രിറ്റീസോ അങ്ങനെയുള്ളവരുടെ VIPസോ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നോർമലായിട്ടുള്ള സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത്ര ആളുകൾ മാത്രമേ നിങ്ങളങ്ങനെ നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നതാണെങ്കിൽ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഇനി അതല്ലാണ്ട് ഓർഗാനിക്കായിട്ട് അതായത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ഷോർട്സ് അവർ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഷോർട്സ് കണ്ടു അല്ലെങ്കിൽ ലോങ് വീഡിയോ കണ്ടു, അത് കണ്ട് ഇൻട്രസ്റ്റായി നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ് ആക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ വീഡിയോ കാണും, കണ്ടിന്യൂസ് ആയിട്ട് അവർ വീഡിയോ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം. കാരണം നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഫസ്റ്റ് എത്തിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്കായിരിക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടു, അത് ഫസ്റ്റ് യൂട്യൂബ് എത്തിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിലോട്ടാണ്. ആ എൻ്റെ സബ്സ്ക്രൈബർ പോലും എൻ്റെ വീഡിയോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ചോദിച്ച് വാങ്ങുന്ന സബ്ബാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പറയുന്നത് കേട്ടിട്ട് മാത്രമായിരിക്കും അവർ നമ്മുടെ ചാനൽ സബ് ആക്കുന്നത്. അവർക്കൊരിക്കലും ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിരിക്കത്തില്ല, ഇഷ്ടമുള്ള കോണ്ടന്റ് ആയിരിക്കത്തില്ല നമ്മുടെ ചാനൽ ഉണ്ടാവുക. നമ്മൾ പറയുന്നത് കേട്ടിട്ട് മാത്രം അവർ ചാനൽ സബ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അവരത് കാണത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കണ്ടിട്ട് അവർ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചാനലിൻ്റെ വ്യൂസിനെ ബാധിക്കും. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും നമ്മുടെ വീഡിയോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വീഡിയോ യൂട്യൂബായിട്ട് ബാക്കിയുള്ള അതായത് സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരിലോട്ട് പുറത്തോട്ടുള്ള ആളുകളിലോട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? യൂട്യൂബ് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോലും കാണുന്നില്ല. അപ്പോൾ അത് പുറത്തേക്കുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ആ വീഡിയോ അവിടെ വെച്ച് സ്ട്രക്കാവും. നമ്മളങ്ങനെ ആവാൻ വേണ്ടി നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങനെ ആവാൻ വേണ്ടിയാണോ നമ്മൾ വീഡിയോ ഇടുന്നത്? അല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ചാനൽ നല്ല രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതല്ലേ. അപ്പോൾ അത് ആർക്ക് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാവത്തില്ല. എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവത്തില്ല. അവർ വിചാരിക്കുന്നത് നമുക്ക് സബ് ആക്കാൻ മടിയുള്ളത് കൊണ്ടാണ് എന്നാണ്. നല്ല രീതിക്ക് വരാൻ വേണ്ടിയാണ് പറയുന്നത്. എത്ര പേരങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ചാനലിന് നെഗറ്റീവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ പഴയ ചാനലിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അപ്പോൾ സബ് എന്ന് പറയുന്നത് വെറുതെ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് സബ്ബല്ല. നമുക്ക് മെയിൻ വ്യൂസാണ് നമുക്ക് എപ്പോഴും മെയിനായിട്ടുള്ള കാര്യം വ്യൂസാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് വ്യൂസാണ് ആവശ്യം. നമ്മൾ ക്യാഷ് കിട്ടുന്ന വ്യൂസാണ്. നമുക്ക് 1000 സബ് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10K അല്ലെങ്കിൽ അത് മില്യണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടാവുമായിരിക്കും, ഷുവറായിട്ട് ഉണ്ടാവും. പക്ഷേ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വ്യൂസാണ്. നമ്മുടെ ചാനലിൻ്റെ വ്യൂസാണ് നമുക്ക് എത്ര ഏണിങ്സ് വരണമെന്ന് നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ലേ? ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യൂസാണ് നമുക്ക് മെയിൻ. അപ്പോൾ സബ്ബിൻ്റെ എണ്ണം കൂട്ടിയത് കൊണ്ട് ഒരിക്കലും വ്യൂസ് കിട്ടണമെന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ഒത്തിരി പേര് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് പോയി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഈ ഒരുമിച്ച് മുന്നേറാം, സബ് തിരിച്ച് കൂട്ടാക്കണേ, തിരിച്ച് വരണേ എന്ന് പറയുന്ന കാര്യം. അങ്ങനെ പോയി വേറൊരു ചാനലിലും അല്ലെങ്കിൽ ലൈവിൽ പറയാൻ പോലും അങ്ങനെ പാടില്ല എന്നൊരു റൂൾ ഇടയ്ക്ക് വന്നിട്ട്, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ട് എന്ന് ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെട്ടാണ് വരേണ്ടത്. ഒരിക്കലും നമ്മൾ ചോദിച്ച് വാങ്ങുകയല്ല. ഞാൻ എൻ്റെ ഈ കാര്യം ഞാൻ പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആകെ സബ് ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ ലൈവിൽ മാത്രമാണ്. അത് ഞാൻ എടുത്ത് ഞാൻ പറയാറുണ്ട്. നിങ്ങളിപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഏത് ലൈവ് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിയോളൂ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ ലൈവ് ലൈക്ക് ചെയ്യുക, പക്ഷേ നിങ്ങൾ ചാനൽ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ്.
മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും പറഞ്ഞുകൂടെ നിങ്ങൾ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് എന്ന്. ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയതിന് ശേഷം ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാര്യം എൻ്റെ ചുറ്റുമുള്ളവരടുത്തോ എൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ എനിക്ക് പരിചയമുള്ളവരോ ആരോടും ഞാൻ എൻ്റെ ഈ പുതിയ ചാനലിൻ്റെ കാര്യം ഞാൻ തുടങ്ങിയതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് പരിചയമുള്ളവരോട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് വരുന്നവരെ മാത്രമാണ്. നമ്മൾ ചോദിച്ച് വാങ്ങിയത് കൊണ്ട് അവരൊരിക്കലും നമ്മുടെ വീഡിയോ കാണില്ല. കാര്യം ഇപ്പോൾ എന്നോട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവർ പറഞ്ഞതിൻ്റെ പേരിൽ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള കണ്ടൻറ് ആയിരിക്കത്തില്ല നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവുക. എങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണൂല, വീഡിയോ കാണൂല. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ കാണുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണോ പോകുന്നത്? അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്കിഷ്ടമുള്ള ചിലപ്പോൾ ടോപ്പിക് ആയിരിക്കത്തില്ല നിങ്ങളുടെ ചാനലുള്ള എങ്കിൽ പിന്നെ ഞാൻ കാണത്തില്ല. അത് നിങ്ങളുടെ ചാനൽ നെഗറ്റീവാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തിരിച്ച് കിട്ടുന്നതായി കഴിഞ്ഞാലും. ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് അവർ വീഡിയോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടേ ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലത്തെ കാര്യം പറയാം. ഇന്നലത്തെ എൻ്റെ ലൈവിൽ ഒരു പുള്ളിക്കാരി ഇതുപോലെ വന്നിട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരോടും ചെയ്യാം എന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഉണ്ട്. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ്. അതൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ. തിരിച്ച് എൻ്റേതായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നലെയും ഒരാൾ വന്നിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പറയുന്നത് ഫാക്റ്റ്, സത്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ കരുതിയത് എന്നിട്ട് ഉടനെ അവരത് പറഞ്ഞു നിങ്ങളുടെ ചാനൽ ചെറിയ ചാനൽ, എൻ്റേത് ചെറിയ ചാനലല്ലേ, അവരുടേത് വലിയ ചാനലാണ്, അവർക്ക് ഒരുപാട് സബ്ബുണ്ട്, എനിക്ക് കുറവല്ലേ സബ്ബുള്ളൂ. സബ്ബ് കുറവാണെങ്കിലും അല്ലെങ്കിലും ചെറുതാണെങ്കിലും വലുതായി കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ വരുന്ന ആളുകളെ മാത്രം മതി എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്. അതല്ലാണ്ട് എൻ്റെ ചാനലിന് അത് നെഗറ്റീവ് വരും. മനസ്സിലായോ? അത് അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എൻ്റെ ഒരു ചാനലിന് അത്രയും പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം. അപ്പം ഞാൻ വീണ്ടും ആ തെറ്റ് ഞാൻ ആവർത്തിക്കുമോ? ഇല്ല, ഒരിക്കലും ആവർത്തിക്കില്ല. അത് മനസ്സിലാക്കിയതുകൊണ്ട് പറയുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് ബൈ പറഞ്ഞു പോയി. അവർ എൻ്റെ ചാനൽ സബ് ചെയ്തു തിരിച്ചും കൂട്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വലിയ ചാനലായതുകൊണ്ട് അവർക്കിനി ഒന്നും അറിയണ്ട, അവർക്കൊന്നും മനസ്സിലാക്കണ്ട. എന്നിട്ട് എന്നോട് തിരിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ ചാനൽ വളർത്താൻ വേണ്ടി അല്ല നോക്കുന്നത്, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനല്ല നോക്കുന്നത് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാര്യം ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർ തയ്യാറല്ല, മനസ്സിലാക്കാൻ പോലും അവർ തയ്യാറല്ല. അവർക്ക് നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ചാനൽ വലുതായിപ്പോയി, അവരുടെ ചാനൽ സബ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കേണ്ട ആവശ്യമില്ലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, എനിക്കതിൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവരുടേത് ചാനൽ നന്നായി കഴിഞ്ഞാലും അല്ലാണ്ടായി കഴിഞ്ഞാലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്കറിയാവുന്ന വളരെ ചെറിയ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിൻ്റെ ടെക്ക് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഫുള്ളായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം തികഞ്ഞിട്ട് അങ്ങനെ പറയുന്നതല്ല. എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ. ഈ പറയുന്ന പോലെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലൈവിൽ കുറേ സബ് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ എനിക്ക് തന്നെ ലൈവിൽ നിന്ന് വളരെ ജെനുവിനായിട്ട് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വിരലിൽ എണ്ണാവുന്നവർ. മനസ്സിലായില്ലേ? കിട്ടിയിട്ടുണ്ട് വളരെ ജെനുവിനായിട്ടുള്ളത്. അവർ വളരെ ജെനുവിനായിട്ടുള്ള കുറച്ച് പേര് കമൻറ്റ് കറക്റ്റ് എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണാറുണ്ട്, എല്ലാ ലൈവിലും വരാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേര്, ഇപ്പോൾ 200 പേര് എനിക്ക് അങ്ങനെ ലൈവിൽ നിന്ന് സബ്ബായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 20 പേരായിരിക്കും എന്നെ കറക്റ്റായിട്ട് വീഡിയോസ് കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഉണ്ടാവുക. മനസ്സിലായോ? ബാക്കി 180 പേര് അല്ലാതെ വെറുതെ ചെയ്തിട്ടുള്ളവരായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കൺവേ ആകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ ലൈവ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ലൈവിൽ നിന്ന് കിട്ടുമായിരിക്കും. ആ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ അവർ എനിക്ക് തന്നെ ഒരു 6-7 പേരോളം ലൈവ് കട്ടായി കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അൺസബ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ ആവുമ്പോൾ തന്നെ ഈ സബ് ചെയ്തവർ ചിലപ്പോൾ അൺസബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലൈവിൽ നിന്ന് കിട്ടിയ സബ്ബാണ് ഞാൻ പറയുന്നത്. ലൈവിൽ നിന്ന് കിട്ടിയിട്ടുള്ള സബ് ഒരു പരിധി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അൺസബ് ചെയ്യും. അത് നമ്മുടെ ചാനലിന് നെഗറ്റീവാണ്. ഇതൊക്കെ പറഞ്ഞാൽ ആര് മനസ്സിലാക്കാനാണല്ലേ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത് നെഗറ്റീവാണ്. അങ്ങനെയും ഉണ്ടായതിന് ശേഷമാണ് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ് ചെയ്താൽ മതി എന്നുള്ള കാര്യം. അപ്പോൾ ആ കിട്ടിയ സബ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ കിട്ടിയ സബിൽ നിന്ന് വ്യൂസ് വരാതിരിക്കാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ സബ് ആക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് സബ് ആക്കാൻ ഒരു മടിയുമില്ല. ഞാൻ സബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കാണാൻ ഉള്ള ടോപ്പിക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സബ്ബാക്കി വെച്ചിട്ട് നിങ്ങൾ കാണത്തില്ല. അങ്ങനെയുള്ളവർ സബ് ചെയ്യേണ്ട എന്നേ ഞാൻ ഇപ്പോഴും പറയത്തുള്ളൂ. അത് ഞാൻ എടുത്തു പറയുവാണ് ഡയറക്റ്റായിട്ട് പരിചയമുള്ളവരായി കഴിഞ്ഞാലും എൻ്റെ റിലേറ്റീവ്സോ ഞാൻ അതാണ് പറഞ്ഞത് ഈ ചാനൽ തുടങ്ങിയ കാര്യം എൻ്റെ ഡയറക്റ്റ് അറിയുന്ന റിലേറ്റീവ്സിന് ഫ്രണ്ട്സിന് പോലും അറിയത്തില്ല. ഞാൻ അവരോട് പോലും ഞാൻ സബ്ബാക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഷെയർ ചെയ്ത് പോലും കൊടുത്തിട്ടില്ല. തുടങ്ങിയ കാര്യം പോലും പറഞ്ഞിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യമാണ് ഞാൻ പറയുന്നത്. ജെനുവിനായിട്ടാണ് പറയുന്നത്. കാര്യം അവർ എന്നെ പരിചയമുള്ളതിൻ്റെ പേരിൽ അവർ സബ്ബാക്കി വയ്ക്കുമായിരിക്കും. പക്ഷേ അവർ പോലും എൻ്റെ വീഡിയോ കാണണമെന്നില്ല. കാര്യം അവർക്ക് ഇപ്പോൾ എൻ്റെ റിലേറ്റീവാണ് എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടോപ്പിക്ക് എൻ്റെ ചാനലിൻ്റെ ടോപ്പിക്ക് അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ എന്നെ പരിചയമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ചിലപ്പോൾ സബ്ബാക്കി വയ്ക്കുമായിരിക്കും. പക്ഷേ വീഡിയോ കാണണമെന്നില്ല. അവർ പോലും എൻ്റെ ചാനലിൽ നെഗറ്റീവായിരിക്കും. മനസ്സിലായോ? ഇതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യം, എൻ്റെ കാര്യവും. മനസ്സിലായോ? ഇനി ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ചാനലിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷമായിട്ട് തുടങ്ങിയാണ് 3K സബ് ഉള്ളതാണ്. അതിൽ ആ ഒരു 3K സബ് ഉള്ളതിനനുസരിച്ച് വ്യൂസോ കാര്യങ്ങളോ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ചാനൽ. വ്യൂസോ കാര്യങ്ങളോ വരാറില്ല. അതിന് ലോങ് വീഡിയോക്ക് ആയാലും ഷോർട്സിനായി കഴിഞ്ഞാലും ഇത്രയും വർഷം കൊണ്ട് കൊണ്ടുപോകുന്ന ചാനലാണ് അല്ലെങ്കിൽ 3K സബുള്ള ചാനലാണ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള ഒരു വ്യൂസും എനിക്ക് അങ്ങനെ അതിന് മാത്രമുള്ളത് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല വ്യൂസ്. മനസ്സിലായോ? പിന്നീടാണ് ഞാൻ ഈ കാര്യങ്ങൾ പഠിച്ചത്. ആ ഒരു ചാനൽ ഇനി അത് പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയത്, ഈ ഒരു ചാനൽ തുടങ്ങിയത്. മനസ്സിലായോ? കാര്യം ഞാൻ അതിൽ പോലും ഒരു വീഡിയോയ്ക്ക് താഴെയോ ആരുടെയും ലൈവിലോ ഒന്നും പോയിട്ട് ചാനൽ സബ് ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് പോലും പരിചയമുള്ളവരോട് പറഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് പേരോട് മാത്രമേ ഞാനങ്ങനെ സബ് ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ആ ചാനലിൻ്റെ കാര്യം. മനസ്സിലായോ? പിന്നെ പക്ഷേ ആ ചാനൽ ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു. എന്നെ ഡയറക്റ്റ് അറിയാവുന്ന എന്നെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ്, ഹസ്ബൻഡ് റിലേറ്റീവ്സ്, അതല്ല ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ബാക്കിയുള്ള എല്ലാ റിലേറ്റീവ്സും അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങനെ അറിയുന്ന ഒരുപാട് പേര് ആ ചാനലിലുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം എന്നെ പരിചയമുള്ളതുകൊണ്ട് മാത്രം സബ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. പക്ഷേ ഒരിക്കലും എനിക്ക് തന്നെ അറിയാം ഇവരൊന്നും അതായത് കുറച്ച് പേരെ നോക്കുമ്പോഴേക്കും അവരൊന്നും വീഡിയോ കാണുന്നില്ല, വെറുതെ സബ്ബാക്കി വെച്ചേക്കുന്നതാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായതിന് ശേഷമാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതുകൊണ്ടാവാം എൻ്റെ ചാനൽ മുമ്പോട്ട് പോകാതെ സ്റ്റക്കായതുപോലെ നിൽക്കുന്നത്, വ്യൂസ് സ്റ്റക്കായി നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഞാനത് പഠിച്ചു. മനസ്സിലായോ? അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇതിനി മുന്നോട്ട് പോവത്തില്ല ഈ ചാനൽ. ഇനി പുതിയൊരു ചാനൽ തുടങ്ങിയതിന് ശേഷം ആരോടും പറയണ്ട. അതിൽ ഇഷ്ടമുള്ളവർ മാത്രം വരട്ടെ. അല്ലെങ്കിൽ ചാനൽ കണ്ട് പരിചയമില്ലാത്തവർ ചാനൽ കണ്ട് ഇഷ്ടം അല്ലെങ്കിൽ പരിചയമുള്ളവരാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വരട്ടെ. ഞാൻ ഇനി അതായത് അടുപ്പമുള്ളവരോട് പോലും ഞാൻ പറയില്ല എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ട് ഈ ഒരു പുതിയ ചാനൽ ഞാൻ തുടങ്ങി. ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല ഇതുവരെ. കണ്ട് വന്നിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആരോടും പറഞ്ഞില്ല. പിന്നെ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഴയ ചാനലിൽ അതായത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരോട്, അത് പരിചയം ഇല്ലാത്തതും പരിചയം ഉള്ളതുമായിട്ടുള്ള ഒരു 10 പേർക്കുള്ളിൽ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വേറെ ഒരാളോട് ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് തെറ്റിദ്ധരിക്കും, നിങ്ങൾ മനസ്സിലാക്കില്ല. എനിക്ക് മടിയുള്ളത് കൊണ്ടാണെന്ന് പറയും സബ്ബാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരുടെയും ചാനലിലോ ലൈവിലോ ഒരിക്കലും പോയിട്ട് സബ്ബാക്കോ എന്ന് ദയവ് ചെയ്ത് ചോദിക്കരുത്. അവർ പറയുന്നത് കേട്ടിട്ട് സബ്ബാക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല, നിങ്ങളുടെ ചാനലിന് നെഗറ്റീവാണ്, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകും നിങ്ങളുടെ ചാനൽ തന്നെ. നിങ്ങൾക്കത് എനിക്ക് സംഭവിച്ചതുപോലെ ഞാൻ പറയുന്നു, എൻ്റെ അതിൽ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല, എന്നിട്ട് പോലും അങ്ങനെ വന്നു. അപ്പോൾ സ്റ്റക്ക് ആവേണ്ടി വരും, വ്യൂസും സ്റ്റക്കായി പോകും, ചാനലിൽ ബാൻ പോലെ ആയി പോകും, ഫ്രീസ് ആയി പോകും, വേറെ നിങ്ങൾ തുടങ്ങേണ്ടി വരും. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാകും, മൊത്തത്തിൽ നെഗറ്റീവാകും. അത് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളത് പഠിച്ചു വരുമ്പോഴേക്കും കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. നിങ്ങളുടെ ചാനൽ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ച കാര്യം, എനിക്ക് വന്നിട്ടുള്ള അനുഭവം ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കി നിങ്ങൾ ആ സബ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും തീർച്ചയായിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.